അപ്പോൾ ചമാരോട് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 10:25 നമ്മൾ ഊബറോ കാര്യങ്ങളൊന്നും ഓൺലൈനിലാക്കിയിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ CNG ഇല്ല വണ്ടിയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുങ്ങല്ലൂർ പോയിട്ട് തപ്പിക്കേട് നടന്നിട്ട് CNG കിട്ടിയില്ല. അതേപോലെ തന്നെ ഹർത്താലായതുകൊണ്ട് നമുക്ക് CNG ഒന്നും കിട്ടിയിട്ടില്ല. വണ്ടി ഇപ്പോൾ പെട്രോളിലാണ് കിടക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ പെട്രോൾ അടിച്ചതിന് ശേഷം മാത്രം ഓൺ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിൽ, അതായത് CNG അടിച്ചതിന് ശേഷം ഓൺ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കണേ. പെട്രോളിൽ ഓടി കഴിഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ കയറി കഴിഞ്ഞാൽ CNG കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ CNG അടിച്ചതിന് ശേഷം മാത്രമായിട്ട് ഓണായാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 2 കിലോമീറ്ററോളം 1 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ പതിയെ ചാലക്കുടി ചെന്ന് CNG അടിച്ചതിന് ശേഷം ഓൺ ചെയ്യാം കേട്ടോ. 19 കിലോമീറ്റർ 19.8 കിലോമീറ്റർ ഇപ്പം മൈലേജ് കാണിക്കുന്നുണ്ട്. അത് പതുക്കെ ഓടിച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ കാല് തീരെ കൊടുക്കാണ്ട് ഓടിച്ചിട്ടുണ്ട്. കാല് കൊടുത്തു കഴിഞ്ഞാൽ 11 കിട്ടണുള്ളൂ മൈലേജ്. 11, 12, 14 കിട്ടണുള്ളൂ. നമ്മൾ ആക്സിലേറ്റർ ഒട്ടും കൊടുക്കാണ്ട്, ഒട്ടും വലിപ്പിക്കാണ്ട് വെറുതെ ആക്സിലേറ്ററിന് വെറുതെ ഇങ്ങനെ പതുക്കെ കാല് കയറ്റി വയ്ക്കുമ്പോൾ മാത്രം ഈ ഒരു മൈലേജ് കിട്ടണേ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മൈലേജ് തീരെ കിട്ടണില്ല. അപ്പം എന്തായാലും നമ്മൾ പതുക്കെ പോകണുള്ളൂ. ഇപ്പോൾ ഒരു 40-45 ആ റേഞ്ച് സ്പീഡിലേക്ക് പോകണേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 18, 19, 20 ആ റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ചാലക്കുടി ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം 10:57 ആയിട്ടുണ്ട്. ഏകദേശം 11 മണി ആറായിട്ടുണ്ട്. നമ്മളെ CNG ചാലക്കുടി പമ്പിൽ നിന്ന് 650 രൂപയ്ക്ക് CNG അടിച്ചു കേട്ടോ. അതേപോലെ തന്നെ എയറും കുറവുണ്ടായിരുന്നു. അപ്പോൾ എയർ അടിച്ചിട്ടുണ്ട്. പിന്നെ പ്രഷർ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഊബർ ഓൺലൈനിലാക്കാം. ഊബർ നമ്മൾ ഓൺലൈനിലാക്കിയിട്ടില്ല. ഊബറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിലൊരു 374 രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കൊടുത്ത് നമുക്ക് ഓൺലൈനിലാക്കിയിടാം. അതേപോലെ കേരള സഫാരി, റാപ്പിഡോയും ഇവിടെ നിന്ന് ഓൺ ചെയ്തിട്ടാം. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓൺ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. എന്തായാലും ഓൺ ചെയ്ത് ട്രിപ്പ് അടിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ 12:09 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാട്ടോ നമുക്കൊരു ട്രിപ്പ് അടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം. കസ്റ്റമർ 1.5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. 500 സംതിങ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പൂങ്കുന്നത്ത് എത്തിയിട്ടുണ്ട്. പൊങ്കുന്നോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 542 രൂപ 42 പൈസയുണ്ട്. ആ ട്രിപ്പിൽ കിട്ടിയ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. ടോളിൻ്റെ പൈസ നമുക്ക് റീഫണ്ട് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ 90 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കമ്പനിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ അവരുടെ അതൊരു പരിചയക്കാർ അവിടെ ചാലക്കുടിയിലുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടേക്ക് തിങ്കളാഴ്ച ആയിട്ട് വരണമെന്ന് പറയേണ്ടിയിരുന്നു. അപ്പോൾ ചിലപ്പം പേഴ്സണൽ ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു പേഴ്സണൽ ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വിളിക്കോ ഇല്ലയെന്ന് അറിയില്ല. വിളിക്കണം സമയത്ത് നമ്മളുണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓട്ടം എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും ചാലക്കുടിയില്ല തൃശ്ശൂർ ഭാഗത്ത് ചെറിയതായിട്ട് സർജ് കാണിക്കുന്നുണ്ട് കേട്ടോ. 1.5 ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കണതിൻ്റെ അവിടെയല്ല, കുറച്ചപ്പുറത്ത്. എന്തായാലും നമുക്ക് ട്രിപ്പ് അടിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് 5 മിനിറ്റ് ആയിട്ടാണ്. വിശക്കണുണ്ട്. 1:20 ആയിട്ടുണ്ട് സമയം. എന്തായാലും ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് പതുക്കെ ഫുഡ് അടിക്കുക. ഇവിടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല നിലവിൽ. അപ്പോൾ എന്തായാലും കടയുള്ള ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ഫുഡ് അടിക്കണം. എന്തായാലും അടുത്ത ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുഡ് അടിക്കണം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം. പെട്ടെന്ന് നമ്മൾ മൊബൈലിലേക്ക് നോക്കിയപ്പോ നമ്പർ മാറി. അതായത് 542 ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് 642 സംഭവം വേറെ ഒന്നുമല്ല, കസ്റ്റമർ ടിപ്പ് ഇട്ടെന്ന് 100 രൂപ കണ്ട. 642 ആയിട്ടുണ്ട്. കസ്റ്റമർ നമുക്ക് ടിപ്പ് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ട അവിടെ ടിപ്പ് എന്നിട്ട് കാണിക്കുന്നുണ്ടാ. എന്തായാലും കസ്റ്റമർ ടിപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളി. ഇനി ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് കിട്ടിട്ടേന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടണ വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് പതുക്കെ നീങ്ങണോ എന്താന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം, ട്രിപ്പ് കിട്ടട്ടെ. സമയം 1:41 ആയിട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് വണ്ടി അനക്കി ഫുഡ് അടിക്കാൻ പോകുക എന്നുള്ള രീതിയിൽ ഊബർ ഓഫാക്കിയില്ല. പതുക്കെ മെയിൻ റോഡിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അടിക്കണമെങ്കിൽ അടിക്കട്ടെ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. നീക്കി വഴി തന്നെ പല്ലിശ്ശേരി എനിക്ക് തോന്നുന്നു ആറാട്ടുപുഴ ആ ഒരു ഭാഗത്തേക്കാന്ന് തോന്നുന്നു. അവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകും. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകണേ. തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ ഇട്ട് തിരിച്ച് വന്ന ഭാഗത്തേക്ക് തന്നെ വീണ്ടും പോകണം. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകട്ടെ. അങ്ങനെ ഇപ്പോൾ കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ 348 രൂപ ഈ വില്ലയിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ്. 348 കിട്ടി. നമ്മൾ ടോട്ടലിൽ നിന്ന് 990 രൂപയ്ക്ക് ഓടിയിട്ട് ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ചപ്പുറത്ത് തന്നെ ഹോട്ടലുകളുണ്ട് കേട്ടോ. ഊരക ഒരു ഭാഗത്തേക്കായിരുന്നു. പല്ലിശ്ശേരിക്ക് അങ്ങോട്ട് കറക്റ്റ് പോകേണ്ടി വന്നില്ല. അപ്പോൾ എന്തായാലും ഫുഡ് അടിച്ച് ഓൺലൈനിലാക്കിയതിന് ശേഷം കാണാം.
അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊബർ ഓൺലൈനിലാക്കിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് വണ്ടി പതുക്കെ നീക്കിയിട്ട് നമ്മുടെ ആ പെരുവന അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ലൊരു തണലൊക്കെ ഉള്ളൊരു സ്ഥലം നോക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കണവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് കുറച്ച് നേരം മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെ നിന്ന് ഓട്ടം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഓട്ടം ഉള്ളത് സിറ്റിയിലാണ്. എങ്ങനെയാണെന്നറിയില്ല ഇവിടെ. അപ്പം എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരമല്ല, എന്തായാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പതുക്കെ തൃശ്ശൂരിലോട്ട് തന്നെ പതുക്കെ തൃശ്ശൂർ പോകേണ്ടി വരില്ല. ചേവൂരിൻ്റെ അപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഓട്ടം കിട്ടുമായിരിക്കും. അങ്ങോട്ടും നീങ്ങേണ്ടി വരും. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഹൈവേയുടെ ഭാഗത്തൊക്കെ പുതുക്കാട് ആമ്പല്ലൂർ ആ ഭാഗത്തൊക്കെ നല്ല സർജ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എവിടെയാ പുതുക്കാട് ആമ്പല്ലൂർ, പിന്നെ ഇത് ഏതാ സ്ഥലം? പിന്നെ നമ്മൾ നിൽക്കണതിൻ്റെ അവിടെ ഇരിഞ്ഞാലക്കുട സർജ് ഉണ്ട്. അവിടെയൊക്കെ സർജ് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓട്ടം കിട്ടട്ടെ. അങ്ങനെ ഇപ്പോൾ സമയം വന്നിട്ട് 3:42 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ 1 മണിക്കൂറോളം ആയി കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ നിൽക്കണതിൻ്റെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ചേവൂര് ആ ഒരു ഭാഗത്താന്ന് തോന്നുന്നു. അവിടെ ചെറുതായിട്ട് സർജൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാനേ ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്യണില്ല. എന്തായാലും ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏകദേശം ട്രിപ്പ് അടിക്കണ സ്ഥലത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് പതുക്കെ പോവാണ്. ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പതുക്കെ അങ്ങോട്ട് തെറിക്കാം. എന്നിട്ട് ട്രിപ്പ് അടിക്കട്ടെ, പോകണം വലിയ ട്രിപ്പ് അടിക്കട്ടെ. പിന്നെ കേരള സഫാരി ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ഫോണ് ഹീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരള സഫാരി ഓഫ്ലൈൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും അതിനകത്തൊന്നും ട്രിപ്പ് അടിക്കാൻ വഴിയില്ല, വല്ലപ്പോഴും അടിച്ചാലടിച്ചു. അപ്പം എന്തായാലും നമ്മൾക്ക് ഊബർ മതി തൽക്കാലം എറണാകുളം എത്തണവരെ. അപ്പം എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം കേട്ടോ. വരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി മറ്റേ പാലക്കലേക്ക് വന്നിട്ടോ. മറ്റേ ചേവൂര് കിടന്നില്ല. അപ്പോൾ ഇവിടെ വന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ച് കൂർക്കഞ്ചേരിക്ക് 200 സംതിങ്. അപ്പോൾ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. കസ്റ്റമർ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. ആ ട്രിപ്പ് കൂർക്കഞ്ചേരിക്കല്ലായിരുന്നു കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു. 121 രൂപ 69 പൈസയുണ്ടോ നമുക്ക് കിട്ടിയത്. മൊത്തം 1112 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നെക്സയുടെ ഷോറൂമിലേക്കായിരുന്നു കസ്റ്റമർ വണ്ടി എടുക്കാൻ വന്നേക്കാം. ഒരു പട്ടിക്കുട്ടീനൊക്കെ കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും നല്ലൊരു കസ്റ്റമറായിരുന്നു. വേറെ പട്ടിപ്പോടിയൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്തോ ഉണ്ട് 2 തുടച്ച് കളയട്ടെ. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കാര്യം കുഴപ്പമില്ല. ട്രിപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മൾ മറ്റോടത്ത് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാൻ നിന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഇൻ്റർസിറ്റി ട്രിപ്പാണ് കിട്ടുക. അവിടെ നിന്ന് ഈ 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർസിറ്റി ആയിരിക്കില്ല, സാധാ ഗോ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും, ഡബിൾ എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്തേട്ടാ. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല, അവിടെ നിന്ന് ട്രിപ്പ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ 4:24 ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും അടുത്തൊരു ട്രിപ്പ് ഇവിടുന്ന് എടുത്തിട്ട് നോക്കാം. അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി ഇടാൻ ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീക്കി കഴിഞ്ഞാൽ നമുക്ക് തലക്കോട്ടുകരയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ച് നമ്മുടെ കേച്ചേരി ആ ഒരു ഭാഗത്തേക്ക് 400 സംതിങ്ങിൻ്റെ ഓട്ടമായിരുന്നു. 16 കിലോമീറ്റർ 18 കിലോമീറ്ററോളം 18 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രിപ്പ് കസ്റ്റമർ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ സ്റ്റോപ്പ് ആഡ് ചെയ്തു. എവിടേക്കാ? ഓട്ടുപാറയ്ക്ക്. ഒരാളെ ഓട്ടുപാറ ഇറക്കിയിട്ട് പിന്നെ ഈ തലക്കോട്ടുകര കേച്ചേരി ഭാഗത്തേക്ക് വരണം. അപ്പം അങ്ങനെ നമ്മൾ ആ ട്രിപ്പിൽ 823 രൂപ നമുക്ക് കിട്ടിയിട്ടാ. നല്ലൊരു കസ്റ്റമറായിരുന്നു. അപ്പം ഇന്ന് മൊത്തം നമ്മൾ 1936 രൂപ 35 പൈസയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇപ്പം കേച്ചേരി ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടണവരെ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് നമ്മുടെ മറ്റേ സർജൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാം വേണ്ട. കുറച്ചപ്പുറത്ത് കുന്നംകുളം ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു സർജൊക്കെ കാണിക്കുന്നുണ്ട് വേണ്ട. നമ്മളത് 1900 സംതിങ് ഓടിയിട്ടുണ്ടെന്ന് ടോട്ടൽ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നല്ലൊരു അടിപൊളി കസ്റ്റമറായിരുന്നു. ഒരു അമ്മയും 2 പിള്ളേരും പിന്നെ ഒരു അമ്മാമ്മയും ഉണ്ടായിരുന്നു. അമ്മാമ്മേനെയായിരുന്നു ഒട്ടുപാറയിൽ ഇറക്കിയത്, വടക്കാഞ്ചേരി ആ ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞ് ഇവരെ ഇവിടെ ഇറക്കി. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ കമ്പനിക്ക് വർത്താനൊക്കെ പറഞ്ഞ ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഗൾഫിലാണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ പിള്ളേരുടെ ലീലാവിലാസങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. എന്തായാലും അവിടെ നിന്ന് നീങ്ങാൻ തോന്നിയത് നന്നായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടി. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ട്രിപ്പും കൂടി കിട്ടട്ടെ.
ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് കിട്ടട്ടെ. ഇവിടെ നിന്ന് ട്രിക്ക് ഈ ഒരു സമയമായതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും പ്രത്യേകിച്ച് സർജൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത്, അതുകൊണ്ട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് പോകാം. ഇവിടെ ഒരു 10 മിനിറ്റോളം നമ്മൾ 15 മിനിറ്റോളം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ 7:10 കേട്ടോ സമയം. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണില്ല, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഓട്ടം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഇവിടെ നിന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 2.5 കിലോമീറ്ററോളം കേച്ചേരിക്കും, 4 കിലോമീറ്റർ കൈപ്പറമ്പിക്കും. അപ്പോൾ 4 കിലോമീറ്റർ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കൈപ്പറമ്പിക്ക് എത്താൻ പറ്റും. അപ്പോൾ കൈപ്പറമ്പിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഈ ഒരു സമയമായതുകൊണ്ട് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് ഓട്ടം കിട്ടാൻ ചാൻസ് കുറവാണ്. ആ ഒരു മൈൻഡിലാണ്. ഇപ്പോൾ പകലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, പിരിട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പതുക്കെ തെറിക്കാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. 8:03 ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ് പോലും നിലവിലടിച്ചിട്ടില്ല. നമ്മൾ ലാസ്റ്റ് 823 ആ ട്രിപ്പ് തന്നെയാണ് ഓടിയിട്ടുള്ളൂ. ടോട്ടൽ 1936 തന്നെ. അപ്പോൾ ഒരു കാര്യമില്ല, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ മലയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകാനാണ് പ്ലാനിങ്. ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല. എനിക്കറിയാം ഈ സമയത്ത് ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന്. ഇനി അമ്മലയുടെ ആ ഒരു ഭാഗത്ത്, അത് മാത്രമല്ല തൃശ്ശൂർ മൊത്തത്തിൽ ഒരു 8-8:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിനി അങ്ങോട്ടേക്ക് പോയി നിൽക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തെ ട്രിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ തെറിക്കുക, അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ബാക്കി വഴിയൊക്കെ കാണാം. ട്രിപ്പ് അടിക്കട്ടെ, ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമുക്ക് എയർപോർട്ടിൻ്റെ അവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമറെ എടുത്ത് പതുക്കെ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ വണ്ടി എടുത്ത വഴി തന്നെ നമ്മൾ കസ്റ്റമർ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നാളത്തേക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ക്യാൻസൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. നന്നായി നമ്മൾ ലൊക്കേഷനിൽ എത്താങ്ങിയത്, അവർ വിളിച്ചത് നന്നായി. അപ്പോൾ എന്തായാലും ഒരു അടുത്ത ട്രിപ്പ് കേട്ടോ. ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വയ്ക്കട്ടെ. ഇനിയിപ്പം ഡെസ്റ്റിനേഷനിലോട്ടേക്ക് അടിച്ചാൽ മതി, കാരണം ഇപ്പോൾ 8:45 അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അമ്മല ഹോസ്പിറ്റൽ ബോർഡ് കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 310 രൂപ ഒല്ലൂർക്ക് കേട്ടോ. എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാം. മാച്ച് ട്രിപ്പായിരുന്നു. മാച്ച് ട്രിപ്പ് റൗണ്ട് അടിച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് അല്ലാണ്ടുള്ള ട്രിപ്പായിട്ട് കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം അമ്മലേന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ആ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഒല്ലൂർ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 9:38 ആയിട്ടുണ്ട്. ഡെസ്റ്റിനേഷനിൽ തന്നെയായിട്ട് കിടക്കണേ. ഡെസ്റ്റിനേഷനിൽ ഇവിടെ കിടക്കണേ 296 രൂപ 5 പൈസ ഉണ്ട് ആ ട്രിപ്പിൽ കിട്ടിയ. കസ്റ്റമറിനെ നിന്ന് 310 രൂപയാണ് കേട്ടോ മേടിച്ചത്. 310 രൂപ 85 പൈസയായിരുന്നു, പക്ഷെ അത് 310 ആയിട്ടാണ് മേടിച്ചത്. പിന്നെ നമുക്ക് ആ എയർപോർട്ട് ക്യാൻസൽ ആക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടോട്ടൽ നമ്മൾ ഓടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2232 രൂപയാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പ്രതീക്ഷ. എന്നാലും നമ്മളൊരു 9:50 വരെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണത്. 9:50 വരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോൾ എന്തായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് കുഴപ്പമില്ല. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ 40 കിലോമീറ്ററിൻ്റെ അടുത്ത് കാലടിച്ച് പോയാൽ മതി, കുഴപ്പമില്ല, എന്നാലും സീനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റോടെ വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ വീട്ടിലേക്ക് തെറിക്കാം. അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് വേറെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് ഒല്ലൂരിൽ നിന്ന് കാലടിച്ച് വീട്ടിലേക്ക് പോരാ ചെയ്തിട്ട് നമ്മൾ ടോള് വഴി കൂടെ തന്നെയാണ് കേട്ടോ തിരിച്ച് പോകുന്നത്. ടോള് കൊടുത്തിട്ട് തന്നെ പോകുന്നത്. 50 രൂപ കൊടുത്ത് തിരിച്ച് 50 രൂപ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് 50 രൂപ ടോള് കൊടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ആകെ ഊബറിൽ ഓടിയിരിക്കുന്നത് 2122 രൂപയ്ക്കാണ് ആകെ ഓടിയിരിക്കണേ. അതിനകത്ത് 50 രൂപ ടോളിൻ്റെ പൈസയും കഴിക്കണം. നമ്മൾ 200 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 650 രൂപയ്ക്ക് CNG. അപ്പോൾ ഒരു ഏകദേശം ബാലൻസ് എന്ന് പറയുന്നത് ഒരു 1200 രൂപയോളമാണ് കേട്ടോ. നമ്മൾ രാവിലെ 11:25 ഇറങ്ങിയല്ല 10:25 ഇറങ്ങി. ഇപ്പോൾ 11 മണി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 13 മണിക്കൂറോളം നമ്മൾ ഓടിയിട്ടാണ് ഈ 1200 രൂപയോളം നമ്മൾ എൻ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം തന്നെയാണ്. സ്വിഗ്ഗി സൊമാറ്റോ ഓടാൻ പോയാൽ തന്നെ ഈ ഒരു എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെയും ലോണിനുള്ള പൈസയും കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 10-300 രൂപ എങ്ങാനും കിട്ടുള്ളൂ, 10-400 രൂപ എങ്ങാനും കിട്ടുള്ളൂ 12 മണിക്കൂർ ഓടിയിട്ട്. അപ്പോൾ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ ഡേ ഇൻ ലൈഫ് വീഡിയോസും അതേപോലെ ഊബർ റിലേറ്റഡ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും ബൈ.